ഹായ് ഫ്രണ്ട്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസ് ആയ റിയൽ റിസ്ക് ഫ്രീ റേറ്റ്, മൈൽഡ് പ്രീമിയംസ്, ഞാൻ തന്നെ വിളിക്കുന്ന മൈൽഡ് എന്ന് പേരിട്ടിട്ടുള്ള മെച്യൂരിറ്റി, ഇൻഫ്ലേഷൻ, ലിക്വിഡിറ്റി, ഡിഫോൾട്ട് റിസ്ക് പ്രീമിയം, അതിന്റെ എക്സ്പ്ലനേഷൻ, പിന്നെ അതെന്താണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ഒരു ബോണ്ടിന്റെ പ്രൈസ് സെൻസിറ്റിവിറ്റി, ഒരു ബോണ്ട് പ്രൈസ് എങ്ങനെയാണ് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് ആവുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടെ ലേണിംഗ് മൊഡ്യൂൾ 1-നകത്തുള്ള കുറച്ചുകൂടെ ടോപ്പിക്സ് പഠിക്കാം. അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഏതൊരു ഫൈനാൻഷ്യൽ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും അതിന്റെ അട്രാക്റ്റീവ്നെസ് ഓഫ് എ ഫൈനാൻഷ്യൽ അസറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന്റെ റിട്ടേൺ ഫാക്ടറും റിസ്ക് ഫാക്ടറും ഒരുമിച്ച് അനലൈസ് ചെയ്തിട്ടാണ്. അല്ലാതെ റിട്ടേൺ മാത്രം നോക്കിയിട്ടോ റിസ്ക് മാത്രം നോക്കിയിട്ടോ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ അസറ്റിന്റെ അട്രാക്റ്റീവ്നെസ് അളക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം അത് ചില സമയത്ത് ഹ്യൂജ് റിട്ടേൺസ് തരും, ചില സമയത്ത് അതേപോലെ ഹ്യൂജ് ലോസസും തരും. അതായത് നിങ്ങൾക്ക് അതിനകത്തുള്ള റിസ്ക് കൂടുതലാണ്. അതേസമയം നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ആയ റിലയൻസ് അല്ലെങ്കിൽ ITC അതുപോലത്തെ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺസ് മോഡറേറ്റ് ആയിരിക്കും, പക്ഷെ അവിടെ റിസ്ക്കും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതായത് നിങ്ങൾ ഏതൊരു ഫൈനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിന്റെ റിട്ടേൺസും റിസ്ക്കും നോക്കിയാണ് ആ ഒരു ഫൈനാൻഷ്യൽ അസറ്റിന്റെ അട്രാക്റ്റീവ്നെസ് ഇരിക്കുന്നത്. എന്റെ റിട്ടേൺ റിസ്ക് ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കത്തില്ല നിങ്ങളുടെ റിട്ടേൺ റിസ്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ആൾക്കാർക്കും ഓരോ റിട്ടേൺ ആൻഡ് റിസ്ക് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇനി ഒരു ഫൈനാൻഷ്യൽ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് രണ്ട് കൈൻഡ് ഓഫ് റിട്ടേൺ കിട്ടും. അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ടോട്ടൽ റിട്ടേൺ ഇസ് കമ്പോസ്ഡ് ഓഫ് ടു റിട്ടേൺസ് വിച്ച് ആർ ദേ. ഒന്നെന്ന് പറയുന്നത് പീരിയോഡിക് ഇൻകവും, ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലോസും. എന്താണിത്? ഞാനൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെക്കുക. ഞാൻ 1 കോടി രൂപ കൊടുത്ത് ഒരു പ്രോപ്പർട്ടി മേടിച്ച് 10 വർഷം കഴിഞ്ഞ് ഞാനൊരു 10 കോടിക്ക് വിറ്റാൽ 10 കോടി മൈനസ് ഞാൻ വാങ്ങിച്ച 1 കോടിയാണ് അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണോ നമുക്ക് കിട്ടുന്ന റിട്ടേൺ? അല്ല. ഒരു ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കും ആ പുള്ളിക്കാരൻ. ഒന്നെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ അവൻ ഒരു ബിൽഡിംഗ് കെട്ടി ആ ബിൽഡിംഗ് അവൻ റെന്റിന് കൊടുത്ത്, കടക്കാർക്ക് ഷോപ്പുകാർക്ക് റെന്റിന് കൊടുത്ത് ഒരു ഇൻകം, പീരിയോഡിക് ആയിട്ട് ഒരു ഇൻകം അവന് മന്ത്ലി കിട്ടും. അല്ലെങ്കിൽ ഒരു കർഷകനാണെങ്കിൽ അവൻ അവിടെ ഏതെങ്കിലും കൃഷി ചെയ്ത് കൃഷിയിൽ നിന്നും അവൻ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഈ ക്യാപിറ്റൽ ഗെയിൻ കൂടാതെ പുള്ളിക്കാരന് പീരിയോഡിക് ആയിട്ട് ഇൻകവും കിട്ടും. ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വേൾഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് കിട്ടും, അല്ലെ? ഡിവിഡൻഡും ഒരു പീരിയോഡിക് ഇൻകം ആണ്. നമ്മൾ ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബോണ്ട് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കൂപ്പൺ പേയ്മെന്റ് എന്ന് പറയുന്നതും ഒരു പീരിയോഡിക് ഇൻകം ആണ്. ഇനി there are investments where only capital gain or loss, capital gain അല്ലെങ്കിൽ capital loss മാത്രം ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതായത് ഡിവിഡൻഡ് പേ ചെയ്യാത്ത സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിനോ ക്യാപിറ്റൽ ലോസോ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് 100 രൂപ മേടിച്ച സ്റ്റോക്ക് 200 രൂപയ്ക്ക് വിറ്റ് കഴിയുമ്പോൾ ആ ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് ഡിവിഡൻഡ് ഒന്നും കിട്ടുന്നില്ല, പീരിയോഡിക് ഇൻകം ഇല്ല. ഇനി ഓൺലി പീരിയോഡിക് ഇൻകം മാത്രമുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ട്. അത് ഡിഫൈൻ ബെനിഫിറ്റ് പെൻഷൻ പ്ലാനും റിട്ടയർമെന്റ് അന്വിറ്റീസ് എന്ന് പറയും. അന്വിറ്റി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് ഒരു പീരിയഡിൽ റെക്കറിംഗ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഫ്ലോയിനെയാണ്, ക്യാഷ് ഇൻഫ്ലോയിനെയാണ് അന്വിറ്റി എന്ന് പറയുന്നത്. മന്ത്ലി എനിക്ക് കിട്ടുന്നതാവാം, ഇയർലി കിട്ടുന്നതാവാം, എന്തായാലും കോൺസ്റ്റന്റ് ആയിട്ട് ഓരോ ടൈം പീരീഡിലും എനിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിനെയാണ് അന്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമുണ്ട് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ഫസ്റ്റ് 10 years നിങ്ങൾ 30,000 rupees വെച്ച് പെർ ഇയർ ഇൻവെസ്റ്റ് ചെയ്താൽ ഫ്രം ദി നെക്സ്റ്റ് അടുത്ത 20ാമത്തെ വർഷം തൊട്ട്, ആദ്യത്തെ 10 വർഷം നിങ്ങൾ എല്ലാ വർഷവും 30,000 ഇൻവെസ്റ്റ് ചെയ്താൽ 20ാമത്തെ വർഷം തൊട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു 40,000 50,000 രൂപ വെച്ചെന്തോ അവർ ഇയർലി ഇങ്ങോട്ട് പേ ചെയ്യും. അതായത് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തിരിച്ചിങ്ങോട്ട് പീരിയോഡിക് ഇൻകം മാത്രമേ ഉള്ളൂ, അവിടെ ക്യാപിറ്റൽ ഗെയിനോ ലോസ് ഇല്ല.
അടുത്ത എന്താണ് ഈ ഡിഫൈൻഡ് ബെനിഫിറ്റ് പെൻഷൻ പ്ലാനും ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പെൻഷൻ പ്ലാനും? ഇത് ഈ മൊഡ്യൂളിന്റെ ഭാഗമല്ല, ഇത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. പക്ഷെ കുറച്ചു മുന്നേ നമ്മൾ ഓൺലി പീരിയോഡിക് ഇൻകത്തിനകത്ത് ഡിഫൈൻഡ് ബെനിഫിറ്റ് പെൻഷൻ പ്ലാനിനെ പറ്റി പറഞ്ഞു. അതുകൊണ്ട് ഇതിൽ നിന്ന് ജസ്റ്റ് ഓടിച്ചു പോകാം. എന്താണ് ഡിഫൈൻഡ് ബെനിഫിറ്റ് പെൻഷൻ പ്ലാൻ? ഡിഫൈൻഡ് ബെനിഫിറ്റ് പെൻഷൻ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, പണ്ടത്തെ ആൾക്കാർ പറയുമായിരുന്നു ഗവൺമെന്റ് ജോലി കയറിയ പിന്നെ ഒന്നും പേടിക്കാനില്ല, അവന് ലൈഫ് സെറ്റിലായി, അവന് ഇനി ഒരു റിസ്കും ഇല്ല, അവന് പെൻഷൻ കിട്ടിക്കോളും. അപ്പം അത് തന്നെയാണ് ബേസിക്കലി ഡിഫൈൻഡ് ബെനിഫിറ്റ് പെൻഷൻ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മുടെ പഴയ 1990s ഗവൺമെന്റിന്റെ പെൻഷൻ സ്കീമാണ് ഡിഫൈൻഡ് ബെനിഫിറ്റ് പെൻഷൻ പ്ലാൻ. അത് നമ്മുടെ ഭാഗത്ത് ഒരു റിസ്കും ഇല്ല, ഒരു ഗവൺമെന്റ് ജോലി കിട്ടി, ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങൾ എത്ര വർഷമാണ് ആ ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്നത്, ഏത് പൊസിഷനിൽ നിന്നാണ് നിങ്ങൾ റിട്ടയർ ആവുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് അഷ്വേർഡ് ആയിട്ട് ഒരു പെൻഷൻ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു റിസ്കും ഇല്ല, ഗവൺമെന്റ് നിങ്ങൾക്ക് ആഫ്റ്റർ റിട്ടയർമെന്റ് തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് സാലറി സപ്പോസ് 10,000 റുപ്പീസ് ആണെങ്കിൽ ആ 10,000 റുപ്പീസിൽ നിന്ന് ₹1 പോലും പെൻഷൻ എന്ന് പറയുന്ന ഫണ്ടിലേക്ക് ഡിഡക്ഷൻ പോകുന്നില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട പെൻഷൻ സാലറി അതേപോലെ കിട്ടും. അതാണ് ഡിഫൈൻഡ് ബെനിഫിറ്റ് പെൻഷൻ പ്ലാൻ. ഇപ്പോൾ ഗവൺമെന്റ് ഈ സ്കീം എടുത്ത് മാറ്റി ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പെൻഷൻ പ്ലാനിലേക്ക് എത്തി. ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പെൻഷൻ പ്ലാൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു റിസ്ക് ഉണ്ട്. എങ്ങനെയാണ് റിസ്ക് വരുന്നത്? ഒന്ന്, ആദ്യത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് കട്ട് ഉണ്ടാവും. പെൻഷൻ സ്കീമിലേക്ക്, പെൻഷൻ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കട്ട് നിങ്ങളുടെ സാലറിയിൽ ഉണ്ടാവും. അത് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്നല്ല, അതാണ് ഫസ്റ്റ് പോയിന്റ്. നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു കട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സാലറിയിൽ നിന്ന് 1000 രൂപയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ പേടിക്കേണ്ട, ഗവൺമെന്റും അതേ 1000 രൂപ നിങ്ങളുടെ പെൻഷൻ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഈ പെൻഷൻ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു ടീം കാണും. അപ്പൊ ഈ പെൻഷൻ ഫണ്ട് മാനേജേഴ്സ് അത് ഒന്നെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയായാലും അറ്റ് ദി എൻഡ് ഓഫ് നിങ്ങൾക്കൊരു 40 വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഈ 40 വർഷവും നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അറ്റ് ദി എൻഡ് ഓഫ് 40 ഇയേഴ്സ് നിങ്ങളുടെ ആ ഫണ്ട്, ആ പെൻഷൻ ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്തത്, അതിന്റെ റിട്ടേൺ എങ്ങനെയാണ് നോക്കിയിട്ടാണ് അപ്പോൾ മാത്രമേ നിങ്ങളുടെ എത്ര പെൻഷൻ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ആദ്യമേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ഇതിന്റെ ഒരു റിസ്ക് ആണ്. അതായത് ആ പെൻഷൻ ഫണ്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. നമ്മുടെ US-ല് ഈ സിസ്റ്റത്തിന്റെ പേരാണ് 401k എന്ന് പറയും. 401k ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പെൻഷൻ പ്ലാൻ. നമ്മുടെ ഒട്ടുമിക്ക ലോകത്ത് എല്ലായിടത്തും ഇതേ പെൻഷൻ പ്ലാൻ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ എംപ്ലോയിയും എംപ്ലോയറും ഒരേപോലെ ഒരു പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ റിട്ടയർ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഒരു പെൻഷൻ ഫണ്ട് ഒരു എമൗണ്ടിലേക്ക് എത്തി നിൽക്കുമല്ലോ, അതിൽ നിന്നും 100% നമുക്ക് എടുക്കാൻ പറ്റത്തില്ല റിട്ടയർ ആവുന്ന സമയത്ത്. അതിൽ നിന്ന് 60% മാത്രമേ ഒറ്റയടിക്ക് ഒരു ലംസമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. റിമൈനിങ് 40% ഷുഡ് ബി കൺവേർട്ടഡ് ടു അന്യൂറ്റി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അന്യൂറ്റിയുടെ എക്സ്പ്ലനേഷൻ റെഗുലർ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻകം. അപ്പം അന്യൂറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു പെൻഷൻ എമൗണ്ട് പോലെ കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇൻ ഷോർട്ട്, അണ്ടർ ദ ന്യൂ പെൻഷൻ സ്കീം എൻ്റെ പെൻഷൻ എമൗണ്ട് ഞാൻ റിട്ടയർ ആകുമ്പോൾ എൻ്റെ പെൻഷൻ ഫണ്ടിന്റെ പെർഫോമൻസിനെയും എല്ലാം അനുസരിച്ചാണ് പെൻഷൻ എമൗണ്ട് വരുന്നത്. അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു റിസ്ക് ഉണ്ടാവും. നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായത് കൊണ്ടാണ് അതിനെ ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പെൻഷൻ പ്ലാൻ എന്ന് വിളിക്കുന്നത്. താങ്ക് യു.